എല്ലാവിധ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അതാ ഞങ്ങളുടെ ദൈവം. ആ ദൈവത്തിന്റെ വചനമാണ് ഞങ്ങളുടെ പ്രഘോഷിക്കുക. ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ മനസ്സിലാക്കുക, അതൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും. അത് അബൂബക്കറാകട്ടെ, അത് മത്തായി ആകട്ടെ, രാമനാകട്ടെ, കൃഷ്ണനാകട്ടെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും പ്രഖ്യാപിക്കപ്പെടുന്ന, എല്ലാവർക്കും വേണ്ടിയും പ്രഖ്യാപിക്കപ്പെടുന്ന സദ്വാർത്തയാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ അരുളി ചെയ്തത്. അങ്ങനെയുള്ള യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമസ് ലീഹ, സെന്റ് തോമസ് കേരളത്തിൽ വന്ന് അനേകം ആൾക്കാരെ മാനസാന്തരപ്പെടുത്തി ക്രിസ്തുവിന്റെ ശ്രേണിയെ കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തികളെയാണ് ഞങ്ങളൊക്കെയും തന്നെ. ഞങ്ങളുടെ പൂർവികരെല്ലാവരും മാനസാന്തരപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ധൈര്യപൂർവ്വം ഇപ്പം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നത്. സത്യദൈവമായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. അങ്ങനെ വഴിയും സത്യവും ജീവനുമായ മിശിഹായെ പ്രസംഗിക്കുകയാണ് ഞങ്ങളിവിടെ. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് എന്തെല്ലാം അക്രമങ്ങളും അനീതികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് പോലും ഒരു പേപ്പർ വഴിയേക്ക് വായിക്കാൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വാർത്തകളാണ് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കൊലപാതകങ്ങളും മോഷണ പരമ്പരകളും അതുപോലെ സ്ത്രീ പീഡനങ്ങളും മറ്റുമുള്ള സംഭവങ്ങൾ കൊണ്ട് പേപ്പർ